ഇവിടെ അടുത്തൊരു കുടുംബക്ഷേത്രത്തിൽ കാളകളിയും അതുപോലെ തന്നെ മുടിയാട്ടവും നടക്കുന്നുണ്ട്. അത് കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഡി ആവുന്നത് കേട്ടോ. പണ്ട് ഒരുപാട് സമയം എടുത്ത് റെഡി ആയിരുന്ന ഞാനാണ് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പോലും റെഡിയായി ഇറങ്ങുന്നത് കേട്ടോ. അന്ന് ഇന്നും മാറ്റമില്ലാത്തത് ഈ ഒരു ഐടെക്സ് ബോട്ടിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ മിയക്കുട്ടിനെയും റെഡി ആക്കിയിട്ട് നമ്മളിതാ വീടും പൂട്ടി ഇറങ്ങാണ് കേട്ടോ. ഇവിടെ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള വഴിയുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചേരെ ബൈക്കിന് പോയിട്ട് ഈ ഒരു ട്രാക്ക് കിടന്ന അപ്പുറത്തേക്ക് കിടന്നപ്പോഴേക്കും അമ്പലം എത്തിയിട്ടുണ്ട്. പണ്ട് ഇവിടെ ആളുകൾ വിളക്ക് മാത്രം കത്തിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ഇപ്പം 3 വർഷമേ ആയിട്ടുള്ളൂ ഇതൊരു അമ്പലമാക്കിയിട്ട് കേട്ടോ. ഇത് രഞ്ജിത്തേൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് പിന്നെ താലം ഇറങ്ങുന്നിടത്തേക്കാണ് കേട്ടോ ഈ പോണത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ വീടുകളുടെ ഫ്രണ്ടിൽ ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേ താലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു താലം വരുന്നത് കാണാനായിട്ട് തന്നെ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതുപോലെ താലം എടുക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി ഇത്രയും നല്ല ഭംഗിയിൽ കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഈ ഒരു കുടുംബക്കാരുടെ മാത്രം പ്രയത്നമല്ല കേട്ടോ. ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കാളകളിയും അതുപോലെ തന്നെ കൊട്ടും അതുപോലെ ചെറിയൊരു വെടിക്കെട്ടൊക്കെ ആയിട്ട് നമ്മുടെ താലം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരുപാട് ബാക്കിലായിരുന്നു. പിന്നെ ഒരു ഊടുവഴിയിലൂടെയൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ താലം ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കൊട്ടിയതിന് ശേഷം അമ്പലത്തിലേക്ക് ഇതേ താലം കയറുകയാണ് കേട്ടോ. താലം കയറിയതിന് ശേഷം അവിടെ ദീപാരാധനയായിരുന്നു കേട്ടോ. ആ സമയത്തും പന്തലിൽ കാളകളിയും അതുപോലെ തന്നെ കൊട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം നല്ലൊരു വെടിക്കെട്ടും കൂടി ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ മീയക്കുട്ടീനെ കളിപ്പിക്കാനായിട്ട് ആൻറ്റിയും അതുപോലെ തന്നെ ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു ഉഷാറില്ലാതൊക്കെ നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് കാളേനൊക്കെ തൊടിയിക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ കൂടെ പോയിട്ടോ. പിന്നെ അതിൻ്റെ പുറത്ത് ഇരിപ്പായി പുള്ളിക്കാരി. പിന്നെ ഒരു 8:30 ആയപ്പോഴേക്കും വീണ്ടും കാളകളിയും അതുപോലെ തന്നെ മുടിയാട്ടമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ശ്രീഭദ്ര കാളകളി സംഘമാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചു പോരാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. ശരിക്കും വീട്ടിലോട്ട് പോരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മീയക്കുട്ടിക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.